ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധസമാനമായ അന്തരീക്ഷം എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ പാകിസ്ഥാന് ആയുധങ്ങൾ കിട്ടുന്നുണ്ട്. ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് അവർ ഷെല്ലാക്രമണം നടത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വലിയ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത, ആയുധ ശേഖരമില്ലാത്ത പാകിസ്ഥാൻ ഇത് കിട്ടുന്നത് ചൈനയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ ചൈനയ്ക്ക് ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയുണ്ട്. ഇന്ത്യയെ തകർക്കാനായിട്ട് പ്രത്യക്ഷമായിട്ടല്ലാതെ ചില കളികൾ നടത്താനും താല്പര്യമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധത്തിന് പിന്നിൽ കളിക്കുന്നത് മുഴുവൻ ചൈനയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കേണ്ടതിനെ. ഇത് ചൈനയുടെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ചൈനയുടെ പ്രോക്സി വാറാണ്. പാകിസ്ഥാൻ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ സാമ്പത്തികമായിട്ട് ഞെരുക്കി. ഇന്ത്യ ഇപ്പോൾ ഒരു കുതിപ്പിൻ്റെ ഒരു ഘട്ടത്തിലാണ്. നമ്മൾ ആഗോളതലത്തിലുള്ള GDP എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ചൈനയുടെയൊക്കെ പിറകോട്ടാണ്. പക്ഷേ നമ്മൾ ആഗോളതലത്തിൽ എടുത്ത് നോക്കിയാൽ മുമ്പോട്ട് കുതിക്കുന്ന ഒരു GDP എന്ന് പറയുന്നത് ഇന്ത്യയുടെയാണ്. അപ്പോൾ ഇന്ത്യയുടെ 3-ാം സ്ഥാനത്തേക്ക്, 5-ൽ നിന്ന് 3-ാം സ്ഥാനത്തേക്കുള്ള ഒരു മാറ്റത്തിൻ്റെ ഘട്ടത്തിലൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് ചൈനയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്കും അറിയാം. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ഈ ട്രംപിൻ്റെ യുദ്ധം വന്നതിന് ശേഷം ചൈനയ്ക്കുള്ള ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് തകർന്ന സാധനം. അപ്പോൾ ചൈനയുടെ വിപണി കംപ്ലീറ്റ് അമേരിക്കൻ വിപണി കംപ്ലീറ്റ് ഇല്ലാണ്ടായി. മാത്രവുമല്ല അതിപ്പോഴും അവർ തമ്മിലൊരു ധാരണയോ അതിലേക്കൊന്നും എത്തിയിട്ടുമില്ല. ഭാവിയിലും അതിന് ഒരു പഴയതുപോലെ പ്രതീക്ഷിക്കാനും പറ്റത്തില്ല. അതേസമയത്ത് ഇന്ത്യ അമേരിക്കയുമായിട്ട് നല്ല സൗഹൃദത്തിലാണ്. രണ്ട് രാഷ്ട്ര നേതാക്കളും, ഇപ്പം മോഡിയും ട്രംപും അവർ നല്ല സുഹൃത്തുക്കളുമാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ പകരച്ചുങ്കം പ്രഖ്യാപിച്ചപ്പോൾ താരതമ്യേന ഏറ്റവും കുറവുള്ള ചുങ്കമാണ് ഇന്ത്യക്ക് പ്രഖ്യാപിച്ചത്. വിയറ്റ്നാമിന് പോലും വളരെയധികം 46, അതുപോലെ തന്നെ ബംഗ്ലാദേശിനൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ത്യക്ക് വളരെ കുറവാണ് വ്യാപാര ചുങ്കം പ്രഖ്യാപിച്ചത്. മാത്രമല്ല ഇന്ത്യയും അമേരിക്കയും തമ്മിലായിരിക്കും ആദ്യത്തെ ഒരു കരാർ ഉണ്ടാകാൻ പോകുന്നുള്ളത് അമേരിക്ക തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വളരെ ഒരു വ്യാപാര കരാറിലൂടെയും നല്ല ബന്ധത്തിലൂടെയും മുമ്പോട്ട് പോകുമ്പോൾ ഇത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഏറ്റവും പ്രകടമായ ഒരു സംഭവം എടുത്ത് നോക്കുക. ചൈനയിൽ നിന്നുള്ള മാനുഫാക്ചറിങ് കമ്പനികൾ, നിർമ്മാണ കമ്പനികളെല്ലാം കൂടെ അവിടെ നിന്ന് പോയിട്ട് വിയറ്റ്നാം, മറ്റു പല രാജ്യങ്ങളിലേക്കും, അതിൽ നല്ലൊരു ശതമാനം ഇന്ത്യയിലേക്കും വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വീണ്ടും മാറുന്നു. ചൈനയുടെ ഇപ്പോൾ ആപ്പിളിൻ്റെ അമേരിക്കയ്ക്കുള്ള ആവശ്യമായിട്ടുള്ള മുഴുവൻ ഫോണുകളും ഇന്ത്യയിൽ നിന്ന് നിർമ്മിക്കുമെന്ന് ആപ്പിൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ലോകത്തിലെ 1, 2, 3 കമ്പനികൾ പോലും അവരുടേതായിട്ടുള്ള നിർമ്മാണ കേന്ദ്രങ്ങൾ ഇന്ത്യയിലേക്ക് മാറ്റുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നല്ലൊരു വ്യാപാര ബന്ധം വരാൻ പോകുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ബന്ധം മെച്ചപ്പെടുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യാപാര യുദ്ധത്തിലൂടെ ഉണ്ടാകുന്ന മറ്റ് ലോകരാഷ്ട്രങ്ങളെല്ലാം അനുഭവിക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പം എല്ലാ രാജ്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ആ നെഗറ്റീവ് ഇമ്പാക്റ്റിൻ്റെ അതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം നേടാൻ പോകുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ആ ഇന്ത്യയുടെ കുതിച്ചുചാട്ടത്തെ, സാമ്പത്തികമായിട്ടുള്ള മുന്നോട്ട് പോക്കിനെ തടയുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇപ്പോൾ ചൈന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പാകിസ്ഥാനിലൂടെ നടത്തുന്നു. അതോടൊപ്പം തന്നെ പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും തമ്മിൽ, കാര്യം ബംഗ്ലാദേശിൽ വംശഹത്യ നടത്തിയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ, അല്ലേ? അങ്ങനെ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും ഇവിടെ മുഹമ്മദ് യൂനിസിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ തമ്മിൽ യോജിപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ചൈന എന്ന് പറയുന്നത് ലോകത്തിൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രമാണ്. ആകെ വിശ്വസിക്കുന്നത് നമ്മുടെ CPM-ൻ്റെ പ്രകാശ് കാരട്ടൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രസംഗത്തിലൊക്കെ അദ്ദേഹം ഈ അമേരിക്ക ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിലേക്ക് വിഷമം പ്രകടിപ്പിക്കുകയൊക്കെ ഉണ്ടായി. അത് വേറെ കാര്യം, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ബംഗ്ലാദേശിലുണ്ടായ ഭരണമാറ്റം പോലും, ഈ ഹസീനയെ അവിടെ നിന്ന് സ്ഥാനഭ്രഷ്ടയാക്കിയതിൻ്റെ പിന്നിലുണ്ടാക്കിയ പ്രവർത്തിച്ച ആ കലാപം പോലും, അതിൻ്റെ പിന്നിൽ പോലും ചൈന ആയിരിക്കണമെന്ന് നമുക്ക് ന്യായമായിട്ടും സംശയിക്കാം. ഇപ്പോൾ ചൈനയുടെ നമ്മുടെ താരതമ്യേന നമുക്ക് യാതൊരു ഭീഷണിയും ഇല്ലാതിരുന്ന ഒരു ബോർഡറായിരുന്നു ഏകദേശം 4000-ഓളം കിലോമീറ്റർ ദൈർഘ്യമുള്ള ബംഗ്ലാദേശിൻ്റെ നമ്മുടെ അതിർത്തി. അപ്പോൾ അതുപോലും ഇപ്പം നമുക്കിപ്പം പാകിസ്ഥാൻ്റെ അതിർത്തി പോലെ കാക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. അപ്പം നമ്മളുടെ നോക്കുക, വടക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും നമുക്ക് ഒരേപോലെ ഒരു ഭീഷണി അല്ലെങ്കിൽ ജാഗ്രത വേണ്ട ഒരവസ്ഥയിലേക്ക് വരുന്നു. അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ നമ്മുടെ സിലിഗുരി കോറിഡോറിൻ്റെ സമീപത്ത് ചൈനയുടെ എയർഫീൽഡ് വരാൻ പോകുന്നു. ഒക്ടോബറിൽ നിർമ്മാണം ആരംഭിക്കാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥ നമ്മുടെ ഈ ചൈന നമ്മളെ ഇങ്ങനെ വട്ടം
പിടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ലഡാക്കിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യക്ക് നേരെ ഭീഷണി ഉണ്ടാകുന്നുണ്ട്. അതെ. അരുണാചൽ പ്രദേശ് ഞങ്ങൾക്ക് വേണമെന്ന് ചൈന ആവശ്യപ്പെടുന്നു, ഞങ്ങൾ അവിടെ ഇപ്പം തീർച്ചയായും. പിടിച്ചെടുക്കുമെന്ന് പറയുന്നത്. അതെ. ഇതിനിടയിലാണ് ഡെപ്സാങ്, ഡെംജോങ് തുടങ്ങിയ മേഖലയിൽ നിന്ന് ചൈനീസ് ആർമി സ്വയമേ പിൻവാങ്ങുന്നു. എന്നിട്ട് പറഞ്ഞു ഇനി ഇന്ത്യ പട്രോളിംഗ് നടത്തിക്കോ, ഞങ്ങൾ അങ്ങോട്ടേക്ക് കടന്നു വരുന്നില്ല. അപ്പോൾ അന്ന് നമ്മൾ കരുതിയത് ചൈന ഇനി നമ്മളുമായിട്ടുള്ള പ്രശ്നത്തിനൊന്നും ഇല്ല, അവർ പതിയെ മാറുന്നു എന്നാണ്. സത്യത്തിൽ ഒരു തന്ത്രമാണ് അല്ലേ, പിന്നോട്ട് മാറിയിട്ട് കുതിക്കാനായിട്ട്. അത് വളരെ വളരെ വ്യക്തമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഈ പ്രോക്സി വാറിന് ചൈന തയ്യാറാവുന്നത്. കാരണം അമേരിക്ക നഷ്ടപ്പെട്ട അമേരിക്കയോടൊപ്പം തന്നെ ഏറ്റവും വലിയ ചൈനയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റാണ്. അവർക്ക് ഇന്ത്യൻ മാർക്കറ്റ് വേണം താനും, ഇന്ത്യൻ മാർക്കറ്റ് കൂടുതൽ വികസിക്കുകയും വേണം, അതേ സമയത്ത് ഇന്ത്യയുടെ കുതിപ്പിനെ പിടിച്ചു നിർത്തുകയും വേണം. പക്ഷേ ഇന്ത്യ വളരെ വിദഗ്ധമായിട്ട് ഈ ചൈനയുടെ തന്ത്രത്തിൽ പെടാതെ പിന്നെ മാറി നിന്നു എന്നുള്ളത് വളരെയധികം പ്രശംസനീയമായ ഒരു സംഗതിയാണ്. അതിൻ്റെ ശരിക്കും അതിൻ്റെ ഒരു ക്രെഡിറ്റ് നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കറിൻ്റെ ഒരു നിലപാടും ഓഫ് കോഴ്സ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിലപാട് തന്നെയാണ്. കാരണം ചൈന നമുക്ക് ഇന്ത്യൻ പ്രസിഡന്റിനെ അയച്ചു, അതായത് ഡ്രാഗണും എലിഫന്റും കൂടെ ഒന്നിച്ചുള്ള നൃത്തം ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്ന് പറയുന്നത് അല്ലേ. അതായത് അമേരിക്കക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ 85,000 വിസ പെട്ടെന്ന് ഇത് സാങ്ഷൻ ചെയ്യുന്നു, ഡയറക്റ്റ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. വീണ്ടും ഇൻഡോ ചൈന ബായി എന്നുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ടുള്ള ശ്രമം ചൈനയുടെ ഭാഗത്തു നിന്ന് തുടങ്ങിയെങ്കിലും ഇന്ത്യ അതിനോട് വളരെ കോൾഡായിട്ട് ഒട്ടും തന്നെ ആവേശമില്ലാതെയാണ് പ്രതികരിച്ചത്. നല്ല കാര്യം. പക്ഷേ ഒരു കാരണവശാലും BYDക്ക് പോലും ഇവിടെ നമുക്കൊരു യൂണിറ്റ് കൊടുക്കാനായിട്ട്, കാരണം നമ്മുടെ നിയമങ്ങൾ അനുസരിക്കാത്ത ഒരു കമ്പനിക്ക് കൊടുക്കില്ല എന്നുള്ള നിലപാട്. അപ്പം ഈ രീതിയിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു സാമ്പത്തികമായ ഒരു കുതിപ്പിനെ തടഞ്ഞു നിർത്തുക. കാരണം ഈ ഇന്ത്യ മുമ്പോട്ട് കുതിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഭീഷണിയാണ്. ചൈന ഇപ്പോൾ ഒരു ലോകശക്തിയായിട്ട് വളരാനുള്ള ശ്രമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് ഈ ഒരു വേറൊരു ശക്തി സമീപത്ത് ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഈ ചാണക്യതന്ത്രമാണ്, അയലത്തൊരു ശത്രുവിനെ വെച്ചുകൊണ്ടാണ് ചാണക്യൻ്റെ തന്ത്രം പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ അയലത്ത് മറ്റൊരു ശക്തൻ ഉണ്ടാവാൻ പാടില്ല. അപ്പം അതിൻ്റെ വ്യക്തമായ ഒരു സൂചനയാണ് ഇതിന്. അതേ സമയത്ത് ഈ നമ്മുടെ ഏറ്റവും വലിയൊരു വിപണിയെ ചൈനയ്ക്ക് ഉപയോഗിക്കുകയും വേണം. അതുകൊണ്ടാണ് ചൈന ഈ പ്രോക്സി വാർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മളുടെ ഈ 9 ഭീകര കേന്ദ്രങ്ങളിൽ, ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങളിലും യഥാർത്ഥ കേന്ദ്രങ്ങളിലും പാകിസ്ഥാനിൽ നമ്മൾ അടിച്ചതിൻ്റെ തുടർന്നിട്ട് നമ്മുടെ ലോകരാഷ്ട്ര നേതാക്കന്മാരെയൊക്കെ നമ്മൾ വിദേശമന്ത്രിയും നമ്മുടെ സെക്രട്ടറി വിക്രം മിശ്രിയൊക്കെ വിളിച്ച് സംസാരിച്ചു. പക്ഷേ ആ വിളിച്ച കൂട്ടത്തിൽ ചൈനയിലെ വിദേശകാര്യ വാങ് യിനെ വിളിച്ച് സംസാരിച്ചത് നമ്മുടെ NSA അഡ്വൈസർ അജിത് ഡോവലാണ്. കാരണം അജിത് ഡോവലാണ് ഇതിൻ്റെ എല്ലാം ഏകോപനം നടത്തുന്നത് എന്നുള്ളതും, അജിത് ഡോവൽ വളരെ കർക്കശമായ രീതിയിൽ ചൈനയുടെ വിചാരിക്കുന്നതിനപ്പുറത്ത് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുന്ന വ്യക്തിയാണെന്ന് ചൈനയ്ക്കറിയാം. അത് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ചൈനയുടെ വിദേശകാര്യ മന്ത്രിയെ വിളിച്ച് സംസാരിച്ചത് അജിത് ഡോവലാണ്. അതായത് അത് വ്യക്തമായ മെസ്സേജാണ്, നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് നിങ്ങളാണ് ഇതിൻ്റെ പിന്നിലെന്നുണ്ടെന്നുള്ളത്. പക്ഷേ നിങ്ങൾ പ്രവർത്തിച്ചാൽ ഞങ്ങളുടെ അടി വളരെ ശക്തമായിരിക്കും, അത് നിങ്ങളുടെ വിപണിയെയും ബാധിക്കും എന്നുള്ളൊരു സൂചനയാണ് അജിത് ഡോവൽ ഈ അവിടുത്തെ വാങ് യിയെ വിളിച്ചിട്ട് സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ലോകത്തിനും എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് വളരെ എന്താ പറയുക, ഒരു ബാക്ക് ഡോർ ആക്ടിവിറ്റി എന്ന് പറയും. ഇത്തരം സന്ദർഭങ്ങൾ നടക്കുന്ന സമയത്ത് ബാക്ക് ഡോർ ഡിപ്ലോമസി എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഇപ്പം യുദ്ധങ്ങൾ നടക്കുമ്പോൾ പോലും, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ പോലും ഒരു ബാക്ക് ഡോർ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ നടക്കുന്നില്ലെന്നാണ് പറയുന്നത്. മുൻപൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നതുപോലെ ഇപ്പോൾ ഈ ഡിപ്ലോമസിയുടെ പിന്നിൽ നമ്മൾ കാണാത്ത പല സംഗതികൾ നടക്കും. അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ അമേരിക്കയുടെ ഒരു പൂർണ്ണ പിന്തുണ ഇന്ത്യക്കുണ്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതിയാണ്. പക്ഷേ പരസ്യമായിട്ടത് അംഗീകരിക്കുന്നില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ 2 ദിവസത്തേക്ക് മുമ്പ് അമേരിക്കൻ മാർക്ക് റൂബിയോ മറ്റേ ഫോറിൻ സ്റ്റേറ്റ് സെക്രട്ടറി വിളിച്ച് സംസാരിച്ചത് ഷഹബാസ് ഷെരീഫിന്, പാകിസ്ഥാനിലെ ഷഹബാസ് ഷെരീഫിനെ വിളിച്ചു, ഇന്ത്യയിലെ വിദേശകാര്യമന്ത്രിയും വിളിച്ചു. മനസ്സിലായോ? ആ ഒരു ഇക്വേഷൻ നോക്കണം. അവിടെ പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ ഇവിടെ വിദേശകാര്യമന്ത്രി വിളിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഒരു പൊസിഷനിങ് മനസ്സിലാക്കണം. അപ്പൊ ഈ പൊസിഷനിങ് ആണ് ഈ ഒരു ഇന്ത്യയുടെ ഈ ഒരു സാമ്പത്തികമായിട്ടും ആഗോളതലത്തിലുമുള്ള ഒരു മാറ്റത്തിന്റെ ആ ഒരു ശക്തിയായിട്ട് വളരുന്നു എന്നുള്ളതാണ് ചൈനയെ ഏറ്റവും അലട്ടുന്ന ഒരു സംഗതി.
അതിന് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇത്രയും നമ്മൾ യുദ്ധത്തിലേക്ക് പോകുന്നു. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 3 ലക്ഷം കോടി രൂപയുടെ നമ്മുടെ ഈ ഡിഫൻസ് ബജറ്റിൽ നിന്ന് ഇപ്പോൾ ഏകദേശം 7 ലക്ഷം കോടി ബജറ്റിലേക്കാണ് 2024-25 ബജറ്റിലേക്ക് വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് കൂട്ടേണ്ടി വരും. മാത്രമല്ല ബംഗ്ലാദേശിൻ്റെ അതിർത്തി നമുക്ക് ഭീഷണിയായപ്പോൾ വീണ്ടും കൂട്ടേണ്ടി വരും. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടുത്തെ വികസനത്തിന് ഉപയോഗിക്കേണ്ട ബജറ്റാണ് അല്ലെങ്കിൽ തുകയാണ് നമുക്ക് ഈ ഡിഫൻസിലേക്ക് മാറ്റേണ്ടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റിയെ ബാധിക്കും. മാത്രവുമല്ല ഒരു യുദ്ധാന്തരീക്ഷം നിലനിൽക്കുകയാണെങ്കിൽ ഈ നിർമ്മാണ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നത് കുറയും. അതെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ചൈനയിൽ നിന്ന് പോകുന്ന കമ്പനികൾ, ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റി സ്ഥാപിക്കാം എന്ന് പ്ലാൻ ചെയ്യുന്ന കമ്പനികൾ ഒരു യുദ്ധാന്തരീക്ഷം നിലനിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അത്തരം കമ്പനികൾ ഇന്ത്യയിലേക്ക് വരില്ല. അവർക്ക് വേറെ ഓപ്ഷൻ നോക്കാം. വിയറ്റ്നാം ഉൾപ്പെടെയുള്ള ഓപ്ഷൻസ് വരെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സെനേറിയോയെ ഈ വ്യാപാര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ ഒരു മാറ്റത്തിൽ ഇന്ത്യ അതിൻ്റെ അഡ്വാൻറ്റേജ്, അതിൻ്റെ അനുകൂല ഘടകങ്ങൾ അതിന് ഇന്ത്യ ഉപയോഗിക്കാതിരിക്കാനും ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിനെ തടഞ്ഞു നിർത്താനുമുള്ള ചൈനയുടെ വ്യക്തമായ ഒരു സംഗതി പ്രോക്സി വാർ തന്നെയാണ് ഇപ്പോൾ ഈ പാകിസ്ഥാൻ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല പാകിസ്ഥാൻ എന്താ എവിടെ നിന്നാണ് അവർക്കിട്ട് ചെയ്യാൻ കഴിയുക? ഇപ്പോൾ അവർ വിട്ടിരിക്കുന്ന ഡ്രോൺസ് മുഴുവൻ തുർക്കിയിൽ നിന്ന് കൊടുത്ത സാധനം, J-17 എന്ന് പറയുന്നത് ചൈന കൊടുത്ത സാധനം, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ബാറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ചൈന കൊടുത്ത സാധനം. അപ്പോൾ ഈ ചൈനയുടെ ഹെൽപ്പില്ലാതെ അവർക്ക് ഇപ്പം നിലനിൽക്കാൻ പോലും പറ്റത്തില്ല. മാത്രമല്ല ചൈനയും ഈ പറഞ്ഞതുപോലെ അവർ വെറുതെ കൊടുക്കുന്നതല്ല. ഇപ്പം ഈ പറഞ്ഞതുപോലെ ബലൂചിസ്ഥാനിലുള്ള വിലമതിക്കാനാവാത്ത ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ധാതു സമ്പത്ത് കൊണ്ട് നിക്ഷേപമുള്ള സ്ഥലമാണ് ബലൂചിസ്ഥാൻ. അത് മുഴുവൻ അടിച്ചുകൊണ്ട് പോകുന്നവരാണ് പാകിസ്ഥാൻ ഭരണകൂടം വഴി ചൈന അടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരുപാട് താല്പര്യങ്ങൾ ചൈനയ്ക്ക് പാകിസ്ഥാനെ സുഹൃത്തായിട്ട് നിലനിർത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വിപണി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ തളർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ള ആ ഒരു തന്ത്രം ആണ് ചൈന ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പം നമ്മൾ ഈ യുദ്ധത്തിലൂടെ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.